ചെയ്യാൻ എപ്പോഴും സൗകര്യം ആദ്യത്തെ ടൈം പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്, നേരെ തിരിച്ചെഴുതും. ഹയസ്റ്റ് പവർ വരുന്ന ടൈം ഇവിടെ -x² ആണ് കിടക്കുന്നത്. അത് പോസിറ്റീവ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/√. ഞാൻ മൈനസ് പുറത്തേക്ക് മാറ്റി കേട്ടോ. 1/√ മൈനസ് പുറത്തേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് വരും? ഇനി എന്നാ ആ ഓർഡറിൽ എഴുതിക്ക്. ഡിഗ്രി, ഹയസ്റ്റ് ഡിഗ്രി ആദ്യം വരത്തക്ക രീതിയിൽ ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ആവണി സർ, x² + 6x + 7. x² + 6x + 7 ആണോ? ഒന്നുകൂടെ -7. -7 അല്ലേ? x² + 6x - 7 -x² - 6x ബാലൻസ് ആവണല്ലോ നോക്കണം കേട്ടോ. മൾട്ടിപ്ലൈ നോക്കാം. -x² - 6x + 7 dx. ഇപ്പോൾ x² ടൈം ആദ്യമാക്കി കേട്ടോ. x² ടൈം ആദ്യമാക്കി. ഇനി ആ മൈനസ് അവിടെ കിടന്നോട്ടെ, ആ മൈനസ് പുറത്ത് അവിടെ കിടന്നോട്ടെ. ബാക്കി ആ ബ്രാക്കറ്റിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് പുറത്ത് കിടന്നിട്ട് ബാക്കി ബ്രാക്കറ്റിലുള്ളതിനെ കംപ്ലീറ്റ് സ്ക്വയർ റിവ്യൂലേക്ക് മാറ്റുക. ആ മൈനസ് ഒക്കെ അവിടെ കിടന്നോട്ടെ. അപ്പൊ നമ്മൾ ചെയ്തത് മൈനസിന്റെ പുറത്തേക്ക് മാറ്റി x² ടൈം ആദ്യം വരുത്തിച്ചു. ഏത് പ്രോബ്ലം വന്നാലും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതേ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/√. നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. x² + 6x - 7 എങ്ങനെ എടുക്കാം? x² + 6x ആദ്യത്തെ രണ്ട് ടൈം ആണ് നോക്കണ്ട കേട്ടോ. ഞാൻ ഗ്യാപ്പ് കഴിഞ്ഞു വന്നുകൊണ്ട് ഞാൻ ഒന്ന് പറയാം. ഇത് x² + 6x - 7 നമ്മൾ എപ്പോഴും ഈ ആദ്യത്തെ രണ്ട് ടൈം വരത്തക്ക രീതിയിൽ വേണം സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് കോൺസ്റ്റന്റ് ടൈം. പിന്നെ വന്നിരിക്കുന്ന -7 എന്നുള്ളത് കോൺസ്റ്റന്റ് ടൈം ആണ്. ഈ കോൺസ്റ്റന്റ് ടൈമിനെ നമുക്ക് വേറെ കോൺസ്റ്റന്റ് ആഡ് ചെയ്തും സബ്ട്രാക്ട് ചെയ്തും ഒരുപോലെ ആക്കാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. വേറെ കോൺസ്റ്റന്റ്സും കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്ത് കോൺസ്റ്റന്റിന് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ a + b the whole square നാക്കുമ്പോൾ a²ഉം 2ab ടൈമും കറക്റ്റ് ആയിട്ട് വരണം. ആദ്യത്തെ രണ്ട് ടൈം കറക്റ്റ് ആയിട്ട് വരണം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ സ്ക്വയർ ആക്കി മാറ്റാം? ദിസ് ഈസ് ഈക്വൽ ടു ഹോൾ സ്ക്വയർ. ഏതിന്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം? x + 3 എഴുതാം. x + 3 എഴുതാം. x + 3 the whole square. എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. x + 3 the whole square എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? ആദ്യത്തെ ടൈം x² ഇവിടെ ഉണ്ടല്ലോ, x² ഉണ്ട്. അടുത്ത ടൈം 2ab ടൈം ആണ്. 2 × x × 3 അല്ലെ? 2 × x × 3 2 × x 2x 2x × 3 6x. ഈ രണ്ട് ടൈം കൃത്യമായിട്ട് കിട്ടണം. പറഞ്ഞ മനസ്സിലായോ? ആ രണ്ട് ടൈം കൃത്യമായിട്ട് കിട്ടത്തക്ക രീതിയിൽ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആദ്യത്തെ ടൈമിന് വിഷമമൊന്നുമില്ലോ. ആദ്യത്തെ ടൈം x ആണ്. രണ്ടാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ 2ab ടൈം ആണ് കേട്ടോ. രണ്ടാമത്തെ ടൈം 2ab ഈക്വൽ ടു ഇവിടെ ഏതാണ്? 6x. ആദ്യത്തെ ടൈമിന് വിഷമമില്ല. ആദ്യത്തെ ടൈം x ആണെന്ന് നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. x² ആലോ, x² ആയപ്പോൾ x. ദെൻ രണ്ടാമത്തെ ടൈം കിട്ടാനായിട്ട് ഇവിടെ കൃത്യമായിട്ട് കാണാൻ കേട്ടോ. ചില ക്വസ്റ്റ്യൻ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ രണ്ടാമത്തെ ടൈമേ ഇവിടെ 6x ആയതുകൊണ്ട് പെട്ടെന്ന് 3 നമുക്ക് കിട്ടി. ചില ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ 2ab രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ 2ab ടൈം ആണ്. 2ab ടൈം ഈക്വൽ ടു 6x. ഇവിടെ നമ്മൾ ആദ്യത്തെ ടൈം x നിർത്തല്ലോ. അപ്പൊ a യുടെ x ആണ്. അപ്പോൾ 2x × b ഈക്വൽ ടു 6x എന്ന് വരും. അപ്പൊ b ഈക്വൽ ടു 6x/2x ചെയ്താൽ മതി. x കട്ടാവും. 6/2 3 എന്ന് കിട്ടും. അപ്പോൾ x + 3 the whole square. ഈ x + 3 the whole square എടുക്കുമ്പോൾ നോക്കിക്കോട്ടെ പിള്ളേരെ, ശ്രദ്ധിക്കാട്ടോ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം, ശ്രദ്ധിച്ചോളുക. x + 3 the whole square എടുത്തപ്പോൾ ആദ്യത്തെ രണ്ട് ടൈം എന്ന കാര്യം ഞാൻ പറഞ്ഞു. x² വന്നു. അടുത്തത് 2ab ടൈം 6x വന്നു. പിന്നെ ഇവിടെ ഒരു +9 അധികം വരില്ലേ? ഈ താഴെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു +9 ഉണ്ട്. അത് നമുക്കില്ലല്ലോ. ഇല്ല. ആ 9 ഇവിടെ തന്നെ കുറച്ച് കളഞ്ഞേക്കാട്ടോ. -9. താഴെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ x² + 6x + 9 വരും. b² എന്ന ടൈം ഒരു +9 വരും. നമുക്ക് മുകളിൽ x² + 6x ഉള്ളൂ. അതുകൊണ്ട് ആ 9 കുറച്ച് കളഞ്ഞേക്കുക. ഇനി മുകളിൽ ബാക്കി എന്തുണ്ട്? ഒരു -7 ഉണ്ട്. -7. അപ്പൊ ഇതിനെ x + 3 the whole square
-9 -7 -9 -7 -16 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ നോക്കിയേ? ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിയേ? എഴുതാൻ വരട്ടെ, എഴുതാൻ ധൃതി പിടിക്കണ്ട. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക. ആദ്യത്തെ രണ്ട് ടേം കേട്ടോ, എക്സ് സ്ക്വയറും 2ab ടേമും, അത് രണ്ടും ബാലൻസ് ആവുന്ന രീതിയിൽ നമ്മൾ a+b² ഇനി നടുക്ക് മൈനസ് ആയിരുന്നെങ്കിൽ a-b² അറേഞ്ച് ചെയ്യുക. കോൺസ്റ്റന്റ് ടേം ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അവിടെ വരുന്ന കോൺസ്റ്റന്റ് അങ്ങ് കുറച്ച് കളഞ്ഞാൽ മതി. ഓക്കെ ആണോ? എന്താ പിള്ളേരെ ഒരു അനക്കമല്ലല്ലോ, തലയെങ്കിലും നാട്ട്. ശരി ശരി, നമുക്ക് നോക്കാം കേട്ടോ. ഇനി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഒരു കാര്യം ചെയ്യുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ ആ പുറത്തേക്ക് ആക്കിയ മൈനസിനെ തിരിച്ചകത്തേക്ക് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും. കഴിഞ്ഞിട്ട് എഴുതാം, തൽക്കാലം കണ്ടിരുന്നോ? ഈ പുറത്തേക്ക് ആക്കി എന്തോ അല്ല, നമുക്ക് ഈ x+3² ചെയ്യുമ്പോൾ ഒരു +9 ഇവിടെ വരില്ലേ? ഞാൻ താഴെ എഴുതാം, നോക്കിക്കോട്ടോ. x+3² എന്ന് പറഞ്ഞ് x² +6x +9 അല്ലേ? നമുക്ക് ഈ മുകളിൽ x² +6x ഉള്ളൂ, 9 ഇല്ലല്ലോ. അപ്പൊ ഈ 9 ഇവിടെ തന്നെ കുറച്ച് കളഞ്ഞു, അപ്പൊ 9 അങ്ങ് പോയി. x² +6x തന്നെ ആയില്ലേ? ഈ കിട്ടിയ കോൺസ്റ്റന്റ് ടൈം ഇവിടെ തന്നെയും കുറച്ച് കളഞ്ഞു, അപ്പൊ ഇത് x² +6. പിന്നെ ബാക്കി ഇവിടെ ഒരു -7 ഉണ്ട്, ആ -7 ഇവിടെ അതുപോലെ തന്നെ എഴുതി. അവിടെ അധികം വരുന്ന കുറച്ച് കളഞ്ഞോളൂ. ആ -7 വെച്ചോണ്ട് ബാലൻസ് ചെയ്യാൻ ഒറ്റ സ്റ്റെപ്പിൽ നോക്കണ്ട കേട്ടോ, ആ തെറ്റിപ്പാൻ സാധ്യതയുണ്ട്. പലരും അങ്ങനെ തെറ്റിച്ച് കളയും. അവിടെ വരുന്ന -7 വെച്ചോണ്ട് ഒറ്റ സ്റ്റെപ്പിൽ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ 9 ഇതുപോലെ കുറച്ച് കളഞ്ഞോ, എന്നിട്ട് -7 കൊടുത്ത് അടുത്ത സ്റ്റെപ്പിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. -16 കിട്ടിയോ ഏഷ? മനസ്സിലായി. ഓക്കെ, സ്കൂളിലെത്തിയോ? ഇന്റഗ്രേഷൻ ഇവിടം വരെ എത്തിയോ? എത്തില്ലാന്ന് തോന്നുന്നു ഇവിടെ. ശരി ശരി. This is equal to integral of 1/√. ഈ മൈനസ് ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു കേട്ടോ. മൈനസ് അകത്തേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. അപ്പുറത്തെടുത്ത മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് വരും ആലിയ? റൂട്ട് ഓഫ് x+3² +16 നല്ലല്ലോ ആലിയ? അപ്പൊ മൈനസ് രണ്ടുപേർക്കും വേണ്ടേ? മൈനസ് കോമൺ ആയിട്ടല്ലേ പുറത്തിട്ടേക്കണത്? -x+3² +16. അപ്പൊ ആ കാര്യം ചെയ്യാട്ടോ, +16 ആദ്യം എഴുതാം. +16 ആദ്യം എഴുന്നോട്ടോ പിള്ളേരെ, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ എഴുതാനായിട്ട് ധൃതി പിടിക്കണ്ട കേട്ടോ, എഴുതാനായിട്ട് ധൃതി പിടിക്കണ്ട. കണ്ട് മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ശരി, ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -16 +16 ആവും. ഞാൻ 16നെ 4² എന്ന് എഴുതിട്ടോ. 16 4² -16 ആയി 4². ഇനി -x+3² dx. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന ഫോർമുല അനുസരിച്ചായി ഇന്റഗ്രൽ റൂട്ട് ഓഫ്, ഞാൻ സൈഡിൽ എഴുതാം, ഇന്റഗ്രൽ 1/√a² - x² dx. 1/√a² - x² dx സ്റ്റൈലിലായി. എന്താ എന്റെ ആൻസർ? എന്താ നെസ്റിൻ കെ? ഇന്റഗ്രൽ 1/√a² - x². നെസ്റിൻ, ഈ ലോഗ് വരുന്നതുണ്ടല്ലോ, ലോഗ് വരുന്നത് എക്സ് ആദ്യം വരുന്നതിനകത്തായിരിക്കും. ഡിനോമിനേറ്ററിനകത്ത് x² + a² ആണെങ്കിലും x² - a² ആണെങ്കിലും x² ആദ്യം വരുമ്പോഴാണ് ലോഗ് വരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഇത് കമ്പയർ ചെയ്ത് പഠിച്ചോളണം. ചുമ്മാ പഠിച്ചാൽ കിട്ടില്ല, ഉറപ്പാണ്. ചുമ്മാ പഠിച്ചാൽ ഈ സാധനം ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പൊ പറഞ്ഞ ഫോർമുല തെറ്റിപ്പോയി. ലോഗ് വരുന്ന ഫോർമുലാസ് പിന്നെ ഒരെണ്ണോടെ ഉള്ളൂ, ഇനി പറയാം. പിന്നെ ഒരെണ്ണോടെ ഉള്ളൂ, അതേതാ? സൈൻ ഇൻവേഴ്സ് x/a. അപ്പൊ പറഞ്ഞത് എന്ത് വരുന്ന? അപ്പൊ ഇവിടെ എന്ത് വരും ആൻസർ? സൈൻ ഇൻവേഴ്സ്. ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതിയേക്കാം, ഫോർമുല സൈൻ ഇൻവേഴ്സ് x/a + c.
Sine inverse x plus 3 x plus 3 divided by 4 divided by 4 plus c. plus c. എക്സിന് പകരം എക്സ് പ്ലസ് 3 ആണ് കേട്ടോ. എക്സിന് പകരം എക്സ് പ്ലസ് 3 ആണ്. അപ്പൊ എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 1 ആണ്. എക്സിന് പകരം എക്സ് പ്ലസ് 3 വരുമ്പോൾ എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ പഠിച്ചതിനനുസരിച്ച് എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ ഡിവിഷൻ അവിടെ വരുന്നില്ല. എക്സ് പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 1. കംപ്ലീറ്റ് ചെയ്തിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. കഴിഞ്ഞവർക്ക് 13 ചെയ്യാം. 13നകത്ത് രണ്ട് ഫാക്ടറിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് ഫാക്ടറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കണം. എന്നിട്ട് ഇതുപോലെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. നാളെ ഫോർമുലകൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇന്നിപ്പോ ചെയ്തു പോകുമ്പോൾ തന്നെ പഠിച്ചു പോയിക്കൊള്ളണം. ഫോർമുലകൾ കറക്റ്റ് ആയിട്ട് അറിയാതിരിക്കണം. കഴിഞ്ഞോ? മിസ് ബാ ഇത് കഴിഞ്ഞതാ? മിസ് ബാ കഴിഞ്ഞോ? പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, ചെയ്യണുള്ളൂ. ഇത് കഴിഞ്ഞു. പെട്ടെന്ന് ആ നീ ഞാൻ ചോദിക്കണമെന്ന് കേൾക്കണില്ലല്ലോടാ. ശരി, അടുത്ത ചെയ്തോ. തന്നെ ചെയ്തോ കേട്ടോ. 13 ഇന്റഗ്രൽ ഓഫ് 1/√of x minus 1 into x minus 2 dx equal to ഇന്റഗ്രൽ ഓഫ്. ഇനി തൊട്ട് നിങ്ങൾ പറഞ്ഞു തന്നെ കേട്ടോ. ഓരോരോ സ്റ്റെപ്പും പറഞ്ഞു തന്നോളണം. ഇന്റഗ്രൽ ഓഫ് ഇതൊരു അപ്സറേ 1/(x square minus 2x x square minus 2x minus x minus plus x plus 2. ശരി, അതെന്താ ഇവിടെ? ഇന്റഗ്രൽ 1/√of x square minus 3x plus 2 dx. ശരിയല്ലേ? ഇനി താഴത്തേനെ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഓഫ് 1/√of എന്ത് വരും? സ്ക്വയർ. ആദ്യത്തെ ടൈം എക്സ് വരും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസും വരും. എക്സ് മൈനസ് ഡാഷ് ദ ഹോൾ സ്ക്വയർ. സൈഡിലെല്ലാം ചെയ്ത് നോക്കിയിട്ട് എഴുതാം നമുക്ക്. രണ്ടാമത്തെ ടൈം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം അഫിമോളെ? 2ab equal to minus 3x അല്ലേ? 2ab equal to മൈനസ് എടുക്കണമെന്നില്ല, പ്ലസ് 3x എടുത്താലും മതി. നമ്മളിവിടെ ഓൾറെഡി മൈനസ് കൊടുക്കുമല്ലോ. ഇവിടെ നടുക്ക് മൈനസ് വരുവാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 3x ആണെങ്കിൽ നമ്മളിവിടെ ഫോർമുലക്കകത്ത് മൈനസ് കൊടുക്കും. പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കും. മൈനസ് 2ab. അപ്പൊ 2ab ഈക്വൽ ടു 3x നിർത്താൽ മതി. 2ab ഈക്വൽ ടു 3x. x ആയിട്ടല്ലേ എടുത്തത്? x ആണ്. ax ആണ്. ax എന്ന് കൊടുത്തു. ആദ്യത്തെ ടൈം x എന്ന് കൊടുത്തു. അപ്പൊ 2xb ഈക്വൽ ടു 3x. b ഈക്വൽ ടു 3/2. 3/2. 3x/2x x കട്ടായി പോകും. b ഈക്വൽ ടു 3/2 എന്ന് വരും കേട്ടോ. 3/2 x മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ. മൈനസ് കൊടുക്കുന്ന ആവശ്യമില്ല അല്ലേ? എന്തോ കുഴപ്പമില്ല. അഫിമോളെ പറഞ്ഞ ആത്മകഥമായിരുന്നു. എന്നോട് പറഞ്ഞതാ. എനിക്ക് തോന്നി ആത്മകഥമായിരുന്നു എന്ന്. ശരി, x മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ. x മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ ഇനി ഇവിടെ ഒരു എന്ത് സ്ഥാനം അധികം വരും എന്ന് പറയാമോ?
നുസ്രിന് നുസ്രിൻ നുസ്രിൻ ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ എന്നാക്കി. ആദ്യത്തെ രണ്ട് ടേമും ഓക്കെ ആയിട്ടുണ്ട്. ആ കോൺസ്റ്റന്റ് നമുക്ക് ബാലൻസ് ചെയ്യണം. സാർ എനിക്ക് ക്വസ്റ്റ്യൻ മാറിപ്പോയായിരുന്നു, ഞാൻ ഇപ്പോഴത് ചെയ്തു തുടങ്ങിയേ. ശരി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും ചോദിക്കും കേട്ടോ. അൻമേരി സാർ ഇപ്പൊ ഒരു 3/2 ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറച്ച് കളയണ്ടേ? 3/2 കുറച്ചാ പോരാ. ഇത് എക്സ്പാൻഡ് ചെയ്തെന്ന് പറഞ്ഞ അൻമേരി, ഇത് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ. ഞാനിപ്പോ ഈ ബ്രാക്കറ്റിൽ എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞേ, സൈഡിൽ എഴുതാം. എക്സ് മൈനസ്, ഇത് നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ പിള്ളേരെ. എക്സ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ പറഞ്ഞേ. എക്സ് സ്ക്വയർ മൈനസ് 3x 2ab ടൈം എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 9/4. 9/4 അധികം എന്നത് നമുക്ക് ഈ മുകളിൽ ഇത് എക്സ് സ്ക്വയർ മൈനസ് 3x നോക്കിയാൽ മതി. ഇത് രണ്ട് ടൈം മാത്രം നോക്കുക, കോൺസ്റ്റന്റ് വേണ്ട കേട്ടോ. എക്സ് സ്ക്വയർ കോൺസ്റ്റന്റോടെയും കൂടി ഒരുമിച്ച് എടുത്ത് ചിന്തിച്ചാൽ നിങ്ങൾ തെറ്റിച്ച് കളയും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് എഴുതുന്നവരുണ്ട് കേട്ടോ. കോൺസ്റ്റന്റോടെ ഒരുമിച്ച് എടുത്തിട്ട് ബാലൻസ് ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാൻ പറ്റും നമുക്ക്. പക്ഷെ അത് നിങ്ങൾ ചെയ്യേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതോടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കണക്കൂട്ടൽ ചിലപ്പോൾ തെറ്റിപ്പോൻ സാധ്യതയുണ്ട്. നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്കൊരു 9/4 ആണ് അധികം വരുന്നത്, അല്ലെ അൻമേരി? അപ്പൊ അതിനെ കുറച്ച് കളയണം. അപ്പൊ -9/4. -9/4. ആ 9/4 അങ്ങ് കുറച്ച് കളയണം. -9/4. ഇപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 3x ആയി. ഇനി എന്തുണ്ട് അവിടെ ബാക്കി? കോൺസ്റ്റന്റ്. അതെന്നതാ? പ്ലസ് ഒരു 2 ഓടെ ഇല്ലേ? +2 dx. ഓക്കെ, +2 dx. സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. എങ്ങനെ എടുക്കണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ആദ്യത്തെ രണ്ട് ടേം, നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ആദ്യത്തെ രണ്ട് ടേം, അതായത് എ സ്ക്വയർ പ്ലസ് 2ab, ആ രണ്ട് ടേം ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്ക്വയറിനകത്ത് ഒരു കോൺസ്റ്റന്റ് ടേം വരും, അത് അപ്പൊ തന്നെ അങ്ങ് കുറച്ച് കളഞ്ഞേക്കുക. സാർ അത് എക്സ്പാൻഡ് ചെയ്തിട്ടാണോ സാധനം കുറച്ച് കളയേണ്ടത്? എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ടേമിന്റെ സ്ക്വയർ ആയിരിക്കില്ലേ ഈ 3/2 സ്ക്വയറിൽ ഇനി വരാനുള്ളത്. 3/2 സ്ക്വയർ ആണ് ഇനി വരാനുള്ള കോൺസ്റ്റന്റ്, അതായത് 9/4 എന്ന് കിട്ടും. എന്നിട്ട് അങ്ങനെ മനസ്സിലാക്കി അത് കുറച്ചാലും മതി. അൻമേരി അതിന് പറഞ്ഞ് തെറ്റിപ്പോയതുകൊണ്ടാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു തന്നത്. എങ്ങനെയാണെങ്കിലും ചെയ്തോ, നിങ്ങളുടെ സൗകര്യം. തെറ്റരുത്. തെറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ മാർഗം സ്വീകരിക്കാമോ അത് സ്വീകരിച്ചു കൊടുക്കുക. ഓക്കെ, this is equal to integral of 1/√of x minus 3/2 the whole square minus 9/4 plus 2. എത്ര വരും? -9/4 2 കൂട്ടിക്കഴിഞ്ഞാൽ കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ആവും. -9 plus 8/4 -1/4 ആണ് പിള്ളേരെ. -1/4. -1/4 ഞാൻ ഒരു സ്റ്റെപ്പ് കുറച്ചു കേട്ടോ. -1/2 the whole square എന്നാക്കി. കുഴപ്പമില്ലല്ലോ. -1/4 -1/2 the whole square. അപ്പൊ നമ്മുടെ ഫോർമുലയായിട്ട് മാറി. നമ്മുടെ ഫോർമുലയിലേക്ക് എത്തി. എന്താ ഫോർമുല ഷഹന? Root of 1/x square minus a square. Root of 1/x square minus a square dx ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഴുതുന്ന ഫോർമുല എവിടെ? Log mod ലോഗ് മോഡ്. അപ്പൊ x minus 3/. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നല്ലേ? ഇവിടെ എക്സിന് വരെ ഏതാ കിടക്കണത്? x minus 3/2 the whole square. അത്രയും വേണോ? വേണ്ട. പ്ലസ്
root ലോഗ് of മോഡ് എക്സ് അല്ലേ ആൻസർ? ലോഗ് മോഡ് എക്സ് പ്ലസ് എക്സിന് ഒരു എക്സ് മൈനസ് 3/2 പ്ലസ് root of ആം x minus 3/2 the whole square minus ആം 1/2 the whole square ആം plus c. പ്ലസ് സി. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ പ്ലസ് സി. നിങ്ങൾ ഫോർമുല അറിയില്ലെങ്കിൽ മറച്ചു നോക്കിക്കൊള്ളണം കേട്ടോ. ഇന്ന് ഓഫറാണ്. ഫോർമുല അറിയില്ലെങ്കിൽ മറച്ചു നോക്കി കണ്ടുപിടിക്കുക. മറച്ചു നോക്കി കണ്ടുപിടിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എഴുതിയാൽ മതി കേട്ടോ. നാളെ ഞാൻ ചോദിക്കും. നാളെ ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണം. ഇനി ആ രണ്ടാമത്തെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, അത് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒറ്റ മിനിറ്റ് ശ്രദ്ധിച്ച വളരെ ഒറ്റ മിനിറ്റ് ശ്രദ്ധിച്ചിട്ട് എഴുതിക്കോളൂ കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ് മൈനസ് 3/2 പ്ലസ് ഇതേ നമ്മുടെ ക്വസ്റ്റ്യൻ പുറകോട്ട് പോയി ഈ റൂട്ട് ഓഫ് ഈ സാധനം ക്വസ്റ്റ്യൻ നമ്മൾ അറേഞ്ച് ചെയ്ത് പോന്നേക്കണതാ. അതായത് x-1 ഇൻറ്റു x-2 എന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഏതെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 പ്ലസ് ഈ രണ്ടാമത് വന്നേക്കണ സാധനം നമ്മുടെ ക്വസ്റ്റ്യൻ ആണെന്ന് ഈ വന്നേക്കണത്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് അത് ഒറ്റ പോളിനോമിയലായിട്ട് എഴുതിയെന്നുള്ളൂ. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 പ്ലസ് സി. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഇല്ലെങ്കിൽ 14 ചെയ്യാം. 14 ഇന്ന് ആദ്യം ചെയ്ത പോലെയാണ് കേട്ടോ. അതിനകത്തൊരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പൊ മൈനസിനെ നിങ്ങൾ പുറത്തേക്ക് മാറ്റിക്കൊള്ളുക. മൈനസിനെ പുറത്തേക്ക് മാറ്റിയിട്ട് എക്സ് സ്ക്വയറിനേക്ക് ആദ്യം കൊണ്ടുവരിക. അതായിരിക്കും എളുപ്പം കേട്ടോ പിള്ളേരെ. അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ എളുപ്പമെന്ന് എനിക്ക് തോന്നിയ രീതിയാണ് കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾക്ക് തെറ്റാതെ സുഖകരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കഴിഞ്ഞോ ആലിയ? ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? 13 ചെയ്ത് കഴിഞ്ഞോ? സംശയം വല്ലതും ഉണ്ടോ? ഒരു തൃപ്തിയില്ലാത്ത മറുപടിയാലോ ആലിയ? ശരി, ഇതൊക്കെ അടുത്ത് ചെയ്തോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. അത്ര എളുപ്പമൊന്നും അല്ല കാര്യങ്ങൾ കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്തോറും കാര്യങ്ങൾ കൂടി വരും. അത്ര സിമ്പിൾ ആയിരിക്കില്ല. ഇന്ന് ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് 14. Question number 14. Integral 1 by root of 8 plus 3x minus x square dx equal to integral 1 by root of അഭിന പറഞ്ഞ അഭിന 8 plus 3/2 the whole square. 8 plus 3/2. 8 plus 3/2 the whole square. അഭിന ഞാൻ 8 എന്നാണ് കേട്ടോ. ആണോ? X plus 3/2 the whole square. x plus 3/2 the whole square. ആദ്യം എന്താ ചെയ്തതെന്ന് പറഞ്ഞു നീ. സ്റ്റെപ്പ് എല്ലാം എഴുതണം. ആദ്യം എന്താ ചെയ്തത്? സ്ക്വയറിന്റെ ടേംസിലേക്ക് ആക്കണ്ടേ? അത് വേണം. അതിനുവേണ്ടി ഇതിന് എന്തെങ്കിലും അറേഞ്ച് എന്തെങ്കിലും ചെയ്തായിരുന്നോ? അത് ഇങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യണത്. അറേഞ്ച് ചെയ്തില്ല, ചെയ്യണുള്ളൂ. അറേഞ്ച് ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ആദ്യം മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് വേണ്ടി മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയറിനെ പോസിറ്റീവ് ആക്കണം. മൈനസ് പുറത്തേക്ക് മാറ്റുക. അപ്പോൾ എക്സ് സ്ക്വയർ പോസിറ്റീവ് ആവും. ബാക്കി പറഞ്ഞ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 3x മൈനസ് 8.
മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 8. ഓക്കെ, ഇനിയാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. താഴെ ഇന്റഗ്രൽ ഓഫ് 1/√, മൈനസ് അവിടെ കിടന്നോട്ടെ. എങ്ങനെ എന്തോരം അഭിരാമി? സാർ ആ, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞോളെ. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതും? 1/√, minus x plus 3/2 the whole square. x plus 3/2 the whole square. x plus 3/2 the whole square ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. x square plus 3x. അല്ല, നമുക്ക് പ്ലസ് അല്ലല്ലോ ഇവിടെ. സാർ ഞാൻ മൈനസ് ആയിട്ട് x മൈനസ് 3/2 എന്നാണ് ഇട്ടേക്കണത്. അതെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കണം, x മൈനസ് 3/2 ഹോൾ സ്ക്വയർ ആക്കണം. ശരി, ഇനി എക്സ്പാൻഷൻ പറഞ്ഞേ. x മൈനസ് 3/2 ഹോൾ സ്ക്വയർ, x സ്ക്വയർ മൈനസ് 3x പ്ലസ് 9/4. 3x പ്ലസ് 9/4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇവിടെ? 9/4 കുറച്ച് കഴിഞ്ഞാൽ പോരെ? 9/4 കുറയ്ക്കണം. പിന്നെ മൈനസ് 9/4 മൈനസ് 8. മൈനസ് 9/4 കുറച്ചു. ഇനി ഓൾറെഡി ഇവിടെ ഒരു -8 ഉണ്ട്. ആ -8ഉം കുറച്ചു. -9/4 കുറച്ചു, -8ഉം കുറച്ചു. This is equal to integral of 1/√, minus x minus 3/2 the whole square, minus 9/4 minus 8. അത് എത്ര ഒരു ദിവസമാണ്? -9/4 minus 8. Sir, -32 minus 9/4. -32 minus 9 minus -27. ആണോടാ? 28. -32 minus 9. 70. -32 minus 9 -32 minus 9 ആണ് 41. എന്ത് 41? -41. -41/2. 4. Sorry, 4. -41/4. -41/4. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റെപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളണം കേട്ടോ. ഏതെങ്കിലും സ്റ്റെപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളണം. നമുക്ക് ആരുടെ ശരി നോക്കിയിട്ട് മുന്നോട്ട് പോകാം. ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്, ഇനി മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. 1/√. ഈ താഴെ നമ്മൾ ഒരു മൈനസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആ മൈനസിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? മൈനസിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാത്തിമ ഇസ്മായിലെ √41/4 minus x minus 3/2 whole square. റൂട്ട് 41/4. 41/4. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞ് നമുക്ക് സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാം. സാർ, ഒരു ഡൗട്ട്. ആ, ഈ -9/4 -8 എങ്ങനെ -41/4 തന്നെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -17/4 അല്ലേ? -9/4 -8 4 ഡിവൈഡ് ചെയ്യുമ്പോ ഈ -41/4 തന്നെ എങ്ങനെയാന്ന്? ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യണ്ടേ? ക്രോസ് മൾട്ടിപ്ലൈ എന്തുവരും പറഞ്ഞോ? എനിക്ക് -17/4 കിട്ടിയേ. അതെങ്ങനെ കിട്ടിയത്? അത് -9 -8/4. -9 -8/4. ഇന്ത് ചെയ്യണല്ലേ? സോറി സാർ, എന്റെ തെറ്റി. ശരി.
എന്റെ മുമ്പിൽ ഇറങ്ങിക്കണ്ടല്ലോ. കയ്യത്തിനടുത്താണ് ഞാൻ ഇപ്പൊ വേക്കറിയിച്ചു വിട്ടാനെ. റൂട്ട് ഓഫ് 41/2 whole square. റൂട്ട് 41/2 നമ്മുടെ ഫോർമുല അങ്ങനെയാലോ, എ സ്ക്വയർ ആലോ, ഫോർമുല എല്ലാം എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ആ ഫോർമുല സ്റ്റൈലിലായതുകൊണ്ട് റൂട്ട് 41/2 ദ ഹോൾ സ്ക്വയർ എന്നാക്കാം. റൂട്ട് 41 സ്ക്വയർ 41 ആയിക്കോളും, 2 സ്ക്വയർ 4 ആയിക്കോളും. അടുത്തത് മൈനസ് X minus 3/2 whole square. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല കേട്ടോ. സ്റ്റാൻഡേർഡ് ഫോർമുല 1/√(a² - x²). 1/√(a² - x² ഈക്വൽ ടു എന്താ ഫാത്തിമ? 1/√(a² - x². Sin inverse x/a plus c. Sin inverse x/a plus c. Sin inverse x/a plus c. Sin inverse x-ന് പകരം ഇവിടെ x - 3/2. Sin inverse x/a, a-ക്ക് പകരം റൂട്ട് 41/2 പ്ലസ് c. Sin inverse x/a plus c. Sin inverse x/a plus c. നമുക്ക് വേണമെങ്കിൽ ആ ബ്രാക്കറ്റിലുള്ളതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ. മനസ്സിലായി? This is equal to sin inverse 2x minus 3/2. 2x minus 3/2 divided by root 41/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ into 2/√41 into reciprocal plus 2 into കട്ടായി പോകും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2x minus 3/√41 plus c. Sin inverse 2x minus 3/√41 plus c. അടുത്തത് 16 ചെയ്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 16 ചെയ്താൽ മതി. 16ലേക്ക് പോവുക. ചെയ്യുന്നതിൽ സംശയമുണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചോളണം. ഡിനോമിനേറ്ററിനെ നമുക്ക് അറിയാവുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16 ഒരു എളുപ്പമുണ്ട് കേട്ടോ പിള്ളേരെ. ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്യാതെ നമുക്ക് ഒരു എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 16 എനിക്ക് രണ്ടാമത് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായത്. നോക്കി എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ നോക്കിയാ. ക്വസ്റ്റ്യൻ നമ്പർ 16 ഒന്നാമത് ഇപ്പൊ നമ്മള് ഒരു ഗ്യാപ്പ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ട്രാക്കിലായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ. പറയാൻ പറ്റുമോ ക്വസ്റ്റ്യൻ നമ്പർ 16 എന്തെങ്കിലും ഇതുപോലെ സ്ക്വയർ ഒന്നും കംപ്ലീറ്റ് ചെയ്യണ്ട. സ്ക്വയറും കംപ്ലീറ്റ് ചെയ്യണ്ട, നമുക്ക് പെട്ടെന്ന് എഴുതാം. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അല്ലേ ന്യൂമറേറ്ററില്? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കേട്ടോ. ആ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അല്ലേ നോക്കിയേ, 2x². ക്വസ്റ്റ്യൻ നമ്പർ 16 ഇതുപോലെ ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 16നകത്ത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഡിനോമിനേറ്റർ ഞാൻ എഴുതാം ഇവിടെ. ക്വസ്റ്റ്യൻ 4x + 1/√(2x² + x - 3 dx ആണ് ഇവിടെ. ആ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞേ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് 2x²ന്റെ 4x, x-ന്റെ 1, 3യുടെ 0. അപ്പൊ താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നേക്കണത്. താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഫോർമുല പഠിച്ചിട്ടുണ്ട്. താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ റൂട്ട് ഉണ്ടെങ്കിൽ, താഴെ റൂട്ട് ഉണ്ടെങ്കിൽ ഒരു ഫോർമുല, താഴെ റൂട്ട് ഇല്ലെങ്കിൽ ഒരു ഫോർമുല. അതായത് ഇങ്ങനെയാണ് നമ്മൾ എഴുതിയേക്കണത്. ഞാൻ ഇവിടെ എഴുതാം, നിങ്ങൾ എനിക്ക് ആൻസർ ഒന്ന് പറഞ്ഞു തരട്ടെ. ഇന്റഗ്രൽ ഓഫ് f' x dx by f of x എന്നൊരു ഫോർമുല പഠിച്ചോളണം, ആവശ്യം വരുമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അടുത്തത് f' x dx by √(f of x). ഇങ്ങനെ രണ്ട് ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. പല സ്ഥലത്തും ഇത് ആവശ്യമായിട്ട് വരും കേട്ടോ. ഇനി മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഇത് ആവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. അതായത് താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മുകളില് ഒന്നാമത്തേനകത്ത്. രണ്ടാമത്തേല് താഴെ തന്നേക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ. താഴെ ഒരു റൂട്ടോടെ ഉണ്ടെന്നുള്ളൂ. താഴെ ഒരു റൂട്ടോടെയും ഉണ്ട്. എന്തായിരിക്കും ആദ്യത്തെ ആൻസർ?
എന്താ മിസ്ബ ആദ്യത്തെ ആൻസർ? ആദ്യത്തെ റൂട്ടില്ലാത്തല്ലേ? റൂട്ടില്ലാതെ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി അങ്ങനെയല്ലോ. അതെ 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 ശരിയാടാ. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ്, ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ. രണ്ടാമത്തെ കിട്ടിയ മിസ്ബ? സ്പീഡിൽ മറക്കേണ്ടായിരുന്നു, അതാണ് ചോദിച്ചേ. പെട്ടെന്ന് പറഞ്ഞോ. രണ്ടാമത്തെ ആൻസർ എന്താ? 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി. 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ് കേട്ടോ. 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി. അറിയില്ലെങ്കിൽ വീണ്ടും എഴുതി കൊടുക്കുക കേട്ടോ. കിടന്നോട്ടെ ബുക്കില് പല പ്രാവശ്യം കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഒറ്റയടിക്ക് ആൻസർ എഴുതാവുന്നേ ഉള്ളൂ. താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നിരിക്കുന്നത്. താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? എന്തെഴുതും ആൻസർ? എന്താ റൂബി? റൂബി റൂട്ട് ആ 4x plus 1 റൂട്ട്. റൂബി ഇവിടെ ആൻസറിനകത്ത് പറഞ്ഞേക്കണേ എഫ് ഡാഷ് എക്സ് ആണോ എഫ് ഓഫ് എക്സ് ആണോ നോക്കി. നമ്മൾ ഈ രണ്ട് ഫോർമുലയും കൊടുത്തേക്കണേ റൈറ്റ് സൈഡ് വന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ആണോ എഫ് ഡാഷ് എക്സ് ആണോ? f of x. എഫ് ഓഫ് എക്സ് അല്ലേ? റൂബി പറഞ്ഞ റൂട്ട് 4x plus 1. ഈ 4x plus 1 എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് ആണ്. ഡെറിവേറ്റീവ് അല്ലേ 4x plus 1? അപ്പൊ റൂട്ട് 2x square റൂട്ട് 2x square plus x minus 3 plus x minus 3 plus c. plus c. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചോ, ഏത് ഫോർമുല അനുസരിച്ചാ പറഞ്ഞേ? ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ? രണ്ടാമത്തെ ഫോർമുലയ്ക്ക് അത് വേറെ എന്തെങ്കിലും സാധനം ഇവിടെ ഉണ്ടോ നോക്കി. അത് വേണ്ടേ? ശരി. 2 റൂട്ട് ആണ് കേട്ടോ. 2 റൂട്ട് 2x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 3 പ്ലസ് സി ആണ്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാം. ഇവിടെ കഴിഞ്ഞ പോലെ ഡിനോമിനേറ്ററിനെ അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഡിനോമിനേറ്ററിനെ അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നമുക്കത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഒറ്റയടിക്ക് നോക്കിയത് ഡിനോമിനേറ്റർ മാത്രം നോക്കിയല്ലേ പോണത്. അപ്പൊ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്തേക്ക് ഉണ്ടല്ലോ മക്കളെ, നമ്മൾ ഡിനോമിനേറ്ററിനെ അഡ്ജസ്റ്റ് ചെയ്ത ആ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ന്യൂമറേറ്റർ എന്താണെന്ന് നോക്കി. അതായത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിലൊക്കെ മുന്നോട്ട് കഴിഞ്ഞ് മുന്നോട്ടല്ല കേട്ടോ, പുറകോട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തൊക്കെ നിങ്ങളുടെ ന്യൂമറേറ്റർ എന്തായിരുന്നു? ക്വസ്റ്റ്യന്റെ ന്യൂമറേറ്റർ 1 കേട്ടോ. 1/, നമുക്കതേ അറിയാമുള്ളൂ. 1/. ഈ 4x plus 1 എന്നോ 4x minus 1/, എന്നൊന്നും കിടന്നാൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് മനസ്സിലേക്ക് അടിക്കടിക്ക് വെച്ചോളണം. നമുക്കറിയാവുന്ന ഫോർമുല എല്ലാം 1/, ആണ്. 1/. x square minus a square, 1/x square plus a square. ന്യൂമറേറ്ററിൽ വേറെ സംഭവം കിടന്നാൽ നടക്കില്ല. ഇവിടെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വരുന്നത്. അതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 17. Question number 17. Integral x plus 2 by root x square minus 1 dx equal to എന്ത് ചെയ്യാം? മുകളിൽ 1 അല്ല കേട്ടോ, x plus 2 എന്നാണ് കിടക്കുന്നത്. ഇന്റഗ്രേഷനൊക്കെ നമ്മൾ ആ മെത്തേഡ് പഠിച്ചിട്ട് ഒത്തിരി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഐഡിയയിലേക്കൊക്കെ വരാൻ പറ്റുള്ളൂ.
ചുമ്മാ ഒരു ഫോർമുല പഠിച്ചിട്ട് ആ ഫോർമുലക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയല്ല. നമ്മൾ ഏതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കൊണ്ട് കുറെ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് ചെയ്യണം കേട്ടോ. സമയമുള്ളപ്പോൾ ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എവിടെയാ സമയം അല്ലെ? ശരി, ഇതെങ്ങനെ മുന്നോട്ട് പോകാം? എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം ഭീമ? എന്താ തോന്നുന്ന ക്വസ്റ്റ്യൻ കണ്ടിട്ട്? താഴെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോം ആട്ടോ അല്ലെ? താഴെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നായിരുന്നെങ്കിൽ നമുക്ക് ഫോർമുല ഉണ്ടായിരുന്നു. 1 മുകളിൽ x+2 ഒന്നും കിടന്നാൽ പറ്റില്ല. താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ നോക്കി. താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ അല്ല, ഡയറക്റ്റ് താഴത്തെ ഡെറിവേറ്റീവ് അല്ല മുകളിൽ കിടക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഒരു ചെറിയ കാര്യമുള്ളൂ. പറയാമോ ഭീമ? രക്ഷയില്ല. ശരി, ഇല്ലെങ്കിൽ പെട്ടെന്നില്ലെന്ന് ആൻസർ പറഞ്ഞോ. നമ്മൾ സമയം കളയണ്ട. മുദാസിറെ, അടിയില് ആ റൂട്ടിന്റെ അകത്ത് x+1 × x−1 എഴുതാൻ പാടില്ല. അതുകൊണ്ട് വലിയ മെച്ചമില്ലടാ. x+1 × x−1 എഴുതിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ അടി ഓക്കെയാ, ഡിനോമിനേറ്റർ ഓക്കെയാ, x² - a² ഡിനോമിനേറ്റർ ഓക്കെ ആയിട്ടാ ഇരിക്കുന്നത്. x² - a². ന്യൂമറേറ്റർ ആണ് പ്രശ്നക്കാരൻ. ഞാൻ പറഞ്ഞല്ലോ, ന്യൂമറേറ്ററിൽ 1 ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. എന്ത് ചെയ്യാ സാലിഹ? വല്ല +x−1 അങ്ങനെയല്ലോ ആഡ് ചെയ്യണോ? ആർക്കും അറിയാം? സാർ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. എക്സ് ബൈ ഡിനോമിനേറ്റർ കൊടുക്കുക, 2 ഡിനോമിനേറ്റർ കൊടുക്കുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അതിനെ കേട്ടോ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ x by √(x² - 1 dx) പ്ലസ് ഇന്റഗ്രൽ 2 by x² - 1 dx. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ആദ്യത്തേത് നമുക്ക് ഒറ്റയടിക്ക് ആൻസർ എഴുതാം കേട്ടോ. എങ്ങനെ ആൻസർ എഴുതും? ശ്രദ്ധിക്കാട്ടോ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ എഴുതാമുള്ളൂ കേട്ടോ. എഴുതാനായിട്ട് ധൃതി പിടിക്കരുത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കണം കേട്ടോ. നിങ്ങൾ പകുതി പേരും കേൾക്കുന്നുണ്ടാവില്ല, അതാണ് പ്രശ്നം. എന്തൊക്കെയോ ചെവിയിലൊരു ശബ്ദം കേൾക്കുന്നുണ്ടാവുന്നുള്ളൂ, പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവാക്കുക. അതിന്റെ ഇടയ്ക്ക് എഴുത്ത് നടന്നോളണം. കേൾക്കാതെ എഴുതരുത് കേട്ടോ, കേൾക്കാതെ എഴുതരുത്. ശരി, ആദ്യത്തേത് എങ്ങനെ ചെയ്യാം? എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ആദ്യത്തേത് കൂടുതലൊന്നും ചെയ്യില്ല കേട്ടോ, ഒറ്റയടിക്ക് ആൻസറാണ് എഴുതാൻ പോണത്. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്തേക്കാം. ഒറ്റ സ്റ്റെപ്പ് ചെയ്യാണ്ട് എഴുതാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്തിട്ട് എഴുതാം. ആ താഴത്തെ ഡെറിവേറ്റീവ് എന്നാ? ഇനി നോക്കി, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ താഴെ കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? താഴത്തെ ഡെറിവേറ്റീവ് അനക ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? അനക പെട്ടെന്നാവട്ടെ. 2x അല്ലേ? റൂട്ടൊന്നും വേണ്ടേ, റൂട്ടൊക്കെ ഒഴിവാക്കുക. താഴത്തെ ഡെറിവേറ്റീവ് 2x അല്ലേ? നമുക്ക് ആ താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ കിട്ടിയ ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പാടില്ലേ? ഇപ്പൊ തൊട്ടുപോലത്തെ പ്രോബ്ലം ചെയ്ത പോലെ താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ പോരെ. മുകളിൽ x ഇല്ലേ പിള്ളേരെ? താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ കിട്ടിയാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. താഴത്തെ അവിടെ ആ വേരിയബിൾ ആയിട്ടുള്ള x മുകളിലുണ്ട്. ഒരു 2ന്റെ കുറവുള്ളൂ. 2 വരുത്താൻ എന്നാ പാട്? ഒരു 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ്, ഞാൻ ഇങ്ങനെ ആക്കിട്ടോ, 2x by √(x² - 1 dx) into 1/2. ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. കഴിഞ്ഞിട്ട് എഴുതാം. വാല്യൂന് വ്യത്യാസമില്ലല്ലോ. ഒരു 2 കൊണ്ട് ഞാൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം കേട്ടോ.
ഡിനോമിനേറ്ററിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം. പല മാർഗങ്ങളുണ്ട്. ഡിനോമിനേറ്ററിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ പോണേക്കാൾ എളുപ്പമായിരിക്കും. താഴത്തെ ഡെറിവേറ്റീവ് ആണ് നേരെ മുകളിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്തു, താഴത്തെ ഡെറിവേറ്റീവ് 2x ആണ്. ഞാൻ മുകളിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ഒറ്റയടിക്കാൻ ആൻസർ എഴുതാം. പ്ലസ് ഇവിടെ രണ്ടാമത്തെ ഇന്റഗ്രലിനകത്ത് നമുക്കറിയാവുന്ന ഫോർമുല ഏതാ? ഏതാ റാഫിയ നമുക്കറിയാവുന്ന ഫോർമുലാസ്? 2 വെളിയിലേക്ക് എടുത്താൽ മതിയോ? 2 വെളിയിലേക്ക് എടുത്താൽ മതി. 1 നമുക്കറിയാലോ, 1/√(x²-a² ഒക്കെ നമുക്കറിയാലോ. ബ്യൂട്ടി നമ്മളെ 2 പുറത്തേക്ക് മാറ്റുക. 2 × ഇന്റഗ്രൽ 1/√(x² - 1 dx. ഇപ്പൊ നമുക്ക് രണ്ടും അറിയാവുന്ന ഫോർമുലയായിട്ട് മാറി. രണ്ട് ഫോർമുലയും നമുക്ക് അറിയാവുന്നതാണ്. ആദ്യത്തേനകത്ത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് ഫോർമുല 1/(x²-a². ഇവിടെ a1 ആണെന്നുള്ളൂ. കംപ്ലീറ്റ് ചെയ്തേ, ആൻസർ എഴുതിക്കേ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തൊരു സലാഹുദ്ദീൻ ആൻസർ? Sir, √(x² - 1 + 2ln mod x plus √(x² - 1 + c). ഒറ്റ സെക്കൻഡ് ഞാൻ കേട്ടില്ലായിരുന്നു. ആദ്യത്തെ പറഞ്ഞേ. Sir, √(x² - 1. ഓക്കെ √(x² - 1). ഓക്കെ, അതായത് ഇതിന്റെ താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ. താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ നമ്മുടെ ആൻസർ എന്താണ്? 2√f(x). 2√(x² - 1) വരും. 1/2 × 2√(x² - 1). പ്ലസ് രണ്ടാമത്തേത് 2 × 2 × log mod x plus √(x² - 1 + c). ഓക്കെ, ആദ്യത്തെ 2 × 2 കട്ടായി പോയിക്കോളും. √(x² - 1 പ്ലസ് 2 log mod x plus √(x² - 1 + c). എങ്ങനെയുണ്ട് സാലിഹ ഇന്റഗ്രേഷൻ? കുഴപ്പമില്ല. ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടോ ഇന്റഗ്രേഷനെ? ഉണ്ട്. ഓക്കെ, ഗുഡ്. ഇഷ്ടപ്പെടണം കേട്ടോ. ഇന്റഗ്രേഷൻ ഒന്നും ഇഷ്ടപ്പെടാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അടുത്ത ഞാൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 18. എല്ലാരും കഴിഞ്ഞല്ലോ അല്ലെ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കേട്ടോ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളണം. ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളിത് പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ, അതെപ്പോ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കിത് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കുക കേട്ടോ. എന്നാലും നമ്മുടെ പഠിത്തം ശരിയാവുള്ളൂ. വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ രീതിയിൽ ചെയ്തു നോക്കുക. ഉത്തരം കിട്ടുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാവുന്നത്, അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഞാൻ 18ലേക്ക് വരുവാണ് തൽക്കാലം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്റഗ്രൽ ഓഫ് 5x - 2 by 1 + 2x + 3x². ഇതിന്റെ ഇന്റഗ്രേഷൻ ആണ് കേട്ടോ. ഇവിടെ ചില അറേഞ്ച്മെന്റ്സ് ആവശ്യമായിട്ട് വരും കേട്ടോ. കാരണം ഒന്നാമത് നമ്മൾ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിനെ നമുക്ക് മാറ്റാം. ഡിനോമിനേറ്ററിനെ നമുക്ക് സ്ക്വയേഴ്സ് ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. ഡിനോമിനേറ്ററിനെ സ്ക്വയേഴ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതണമെങ്കിൽ മുകളിൽ എന്ത് വരണം? നമുക്ക് നിലവിൽ അറിയാവുന്ന ഫോർമുലാസ് അപ്ലൈ ചെയ്യണമെങ്കിൽ മുകളിൽ ന്യൂമറേറ്റർ എന്താവണം? 1 ആവണം. ഇവിടെ 1 ആണോ? അല്ല. നമ്മൾ ഇന്ന് ചെയ്ത ഇപ്പതേ
16ലും 17ലും 16ഉം 17ഉം ക്വസ്റ്റിനകത്ത് 1 അല്ലായിരുന്നു. പക്ഷെ നമുക്ക് വേറെ ചില അറേഞ്ച്മെന്റ്സ് പറ്റി. 17നകത്ത് ലാസ്റ്റ് ചെയ്തതിനകത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റി. അതിന് മുമ്പ് ചെയ്തതിനകത്ത് 16ലാണെങ്കിലോ നേരെ ഡെറിവേറ്റീവ് ആയിരുന്നു മോളില്, അല്ലെ? താഴത്തേന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു മോളില്. ഇവിടെ താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണോ മോളിൽ കിടക്കണേന്ന് നോക്കി. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണോ മോളില്? അല്ല കേട്ടോ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 2 പ്ലസ് 6x 2 പ്ലസ് 6x ആണ്, അല്ലല്ലോ 5x മൈനസ് 2 എന്നാ കിടക്കുന്നത്. അത്ര കാര്യം ഇവിടെ കിട്ടിയോ? നേരിട്ട് ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്റർ 1 ആയിരിക്കണം. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്റർ 1 വരണം. അപ്പൊ ഡിനോമിനേറ്ററിനെ അറേഞ്ച് ചെയ്ത് ഫോർമുല അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാലും നമുക്ക് ചെയ്യാം. ഇത് രണ്ടുമല്ല ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി പല ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അറേഞ്ച്മെന്റ് ചെയ്തേ പറ്റുള്ളൂ. താഴത്തേതിന്റെ, അതായത് ആ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് മുകളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ന്യൂമറേറ്ററിനെ അറേഞ്ച് ചെയ്യണം. ഞാൻ മെത്തേഡ് എന്താണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് അത് മതിയോന്ന് നോക്കുക. അല്ലെങ്കിൽ മെത്തേഡായിട്ട് എഴുതണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. മെത്തേഡായിട്ട് എഴുതണമെങ്കിൽ ഞാൻ അതുപോലെ പറഞ്ഞു തരാം. നമുക്ക് നോക്കാം ആദ്യം, എന്നിട്ട് തീരുമാനിക്കാം. നിങ്ങൾ തൽക്കാലം കണ്ടിരുന്നാൽ മതി. ഈ താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വരണം. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രേ ഉള്ളൂ. താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ നിന്ന് നമുക്ക് ആൻസർ അറിയാലോ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കിട്ടിക്കഴിഞ്ഞാൽ താഴെ റൂട്ട് ഇല്ലെങ്കിൽ ലോഗ് ആണ് ആൻസർ. റൂട്ട് വരുവാണെങ്കിൽ 2 റൂട്ട് f(x) ആണ് ആൻസർ. അപ്പൊ താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാൻ പറ്റും. ഇവിടെ താഴത്തേന്റെ ഡെറിവേറ്റീവ് അല്ല മുകളിൽ വന്നിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 16നകത്ത് നേരെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ വന്നത്. അതുപോലെ നമ്മൾ ഈ ഡെറിവേറ്റീവിനെ മുകളിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇവിടുത്തെ ന്യൂമറേറ്ററിനെ ഇപ്പൊ കണ്ടിരുന്ന മാത്രം മതിയിട്ട് ഒന്നും എഴുതണ്ട. ന്യൂമറേറ്റർ ഇവിടെ 5x മൈനസ് 2 ആണ്. ന്യൂമറേറ്റർ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് a into derivative of the denominator d by dx of 1 plus 2x plus 3x square plus b. ഇങ്ങനെയാക്കും. അതായത് ന്യൂമറേറ്ററിനെ a into ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ പ്ലസ് ബി. എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെയാണ് കേട്ടോ. ചെയ്ത് നോക്കാം. ന്യൂമറേറ്ററിന് പകരം a into ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ പ്ലസ് ബി. That is equal to 5x minus 2 equal to a into ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ നോക്കളെ 1ന്റെ ഡെറിവേറ്റീവ് 0, 2x-ന്റേത് 2 ആകും, 3x സ്ക്വയറിന്റേത് 6x ആകും, പ്ലസ് ബി എന്നാവും. നമുക്കിനി എയും ബിയും കണ്ടുപിടിക്കണം കേട്ടോ. ഈ എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യും. equating coefficients of x. എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ട് സൈഡിലേയും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും എന്ന് പറഞ്ഞ എക്സിന്റെ കോഎഫിഷ്യന്റ്, ലെഫ്റ്റ് സൈഡില് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ ഫാത്തിമ സനം? 5x is equal to a into 2 plus എക്സിന്റെ കോഎഫിഷ്യന്റ് 5 അല്ലേ ലെഫ്റ്റ് സൈഡില്? equal to e അല്ല a 5 equal to 5 is equal to a എന്നല്ലേ? a എന്നല്ല, എക്സിന്റെ കൂടെ ഈ a മൾട്ടിപ്ലൈ ചെയ്ത അകത്തേക്ക് മൾട്ടിപ്ലൈ, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ, വേണേ സൈഡിൽ എഴുതി വെക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2a പ്ലസ് 6ax പ്ലസ് b, ഇങ്ങനെയല്ലേ വന്നത്? 2a പ്ലസ് 6ax പ്ലസ് ബി എന്നല്ലേ വന്നെ ഫാത്തിമ? അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ത് വരും? 6a എന്ന് വരും. 6a. അപ്പൊ ഇതിനകത്ത് നമുക്ക് a കിട്ടും. a ഈക്വൽ ടു 5/6 കിട്ടും. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്
എ ഈക്വൽ ടു 5/6 കിട്ടും. ഇനി കോൺസ്റ്റന്റ് ടൈം ഇക്വേറ്റ് ചെയ്യും കേട്ടോ. ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്, ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്. രണ്ടിലെയും കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞേ. ഇർഫാനെ, അഹമ്മദ് ഇർഫാൻ, ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ് എന്താ? ആ, ഇക്വാലിറ്റി കോൺസ്റ്റന്റ്. എടാ ലെഫ്റ്റ് സൈഡിൽ ആകപ്പാടെ 5x - 2 ഉള്ളൂ. അപ്പൊ അടുത്ത കോൺസ്റ്റന്റ് ഏതാണ്? 2 -2 -2 റൈറ്റ് സൈഡ് ഞാൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2a + 6a + b എന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കോൺസ്റ്റന്റ് ഏതൊക്കെയാ? ബി ആണോ? 2a + b, 2a + b ആണ് കേട്ടോ. 2a + b, എക്സിന്റെ ടേം ഒഴിച്ച് ബാക്കിയെല്ലാം, എക്സിന്റെ ടേം ഒഴിച്ച് ബാക്കിയെല്ലാം വരുന്നതാണ്. -2 ഈക്വൽ ടു 2a + b. എ നമുക്ക് കിട്ടിയിട്ടുണ്ട് 5/6 എന്ന്. അപ്പോൾ -2 ഈക്വൽ ടു 2 × 5/6 + b. b ആണ് നമുക്ക് വേണ്ടത്. -2 ഈക്വൽ ടു ഈ 2ഉം 6ഉം വെട്ടിക്കഴിഞ്ഞാൽ 3 വരും അല്ലെ? 5/3 + b. ഓക്കെ, അപ്പോൾ b ഈക്വൽ ടു -2 - 5/3 എന്ന് വരും. -2 - 5/3 -6. എത്ര ആയിഷ സലീം ഇത്? -2 - 5/3 എങ്ങോടെ പോയേ? ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ സാർ എങ്ങോടെ വിട്ടുപോയേ? അത് കട്ടായി പോയതാ അൺമ്യൂട്ട് ആക്കിയപ്പോ. ശരി, അത് പെട്ടെന്ന് -6 - 5/3 അപ്പൊ എത്ര വരും? -11/3. -11/3. b ഈക്വൽ ടു -11/3. ഇപ്പൊ നമുക്ക് എയും ബിയും കിട്ടിട്ടോ. a ഈക്വൽ ടു 5/6 ആൻഡ് b ഈക്വൽ ടു -11/3. ഇനി തിരിച്ചു വരുന്നുട്ടോ പിള്ളേരെയും കൂടെ. നമ്മൾ എടുത്തിരിക്കുന്ന ഇതാണ് ന്യൂമറേറ്റർ. ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം, പിന്നെ കാണാൻ പറ്റുന്നു. 5x - 2 ഈക്വൽ ടു 5x - 2 ഈക്വൽ ടു എക്ക് പകരം 5/6. 5/6 × 2 + 6x + b ഈക്വൽ ടു 11/3. 11/3. അതായത് ഈ ന്യൂമറേറ്ററിന് പകരം ഈ 5x - 2ന് പകരം ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും കേട്ടോ. ഈ ന്യൂമറേറ്റർ വേണമെങ്കിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. ഈ റൈറ്റ് സൈഡ് ഒന്ന് പറഞ്ഞേ. അഫ്സറെ, റൈറ്റ് സൈഡ് ഒന്ന് പറഞ്ഞവനെ പെട്ടെന്ന്. 10/6 10/6 13/6 13x/6 ശരി. 30x/6 -11/3 -11/3 എന്തുവരും? 30x/6 എന്ന് പറഞ്ഞാൽ 5x ആവില്ലേ? 5x. ഇതോ 10/6 - 11/3. 11/3 നമുക്ക് 22/6 ആക്കാലോ. ഇല്ലടാ, 11/3 22/6 ആക്കി. അപ്പോൾ 10 - 22 -12/6 ആവും. -12/6 ഈക്വൽ ടു -2 എന്ന് വരും. കണ്ടോ? അപ്പൊ ഈ 5x - 2ന് പകരം ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ന്യൂമറേറ്റർ 5x - 2 ആണ്. ഈ 5x - 2ന് പകരം നമ്മൾ ഇനി എന്ത് എഴുതാൻ പോണത്? 5x - 2ന് പകരം 5/6 × 2 + 6x - 11/2 എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അതായത് ക്വസ്റ്റിന്റെ ന്യൂമറേറ്ററിനെ നമ്മളൊന്ന് മാറ്റി എഴുതുക. അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വരണം. അല്ലെങ്കിൽ 1 ആയിരിക്കണം. എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ന്യൂമറേറ്റർ 1 ആയിരിക്കണം. അല്ലെങ്കിൽ 1ന് പകരം ഏത് കോൺസ്റ്റന്റ് ആയാലും മതി കേട്ടോ. ഇപ്പൊ ന്യൂമറേറ്റർ 1 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് 100നെ പുറത്തേക്ക് മാറ്റാൻ പാടില്ലേ? കോൺസ്റ്റന്റിനെ നമുക്ക് പുറത്തേക്ക് മാറ്റാം. അപ്പൊ ന്യൂമറേറ്ററിനകത്ത് കോൺസ്റ്റന്റ് വന്നാൽ നമുക്ക് ചെയ്യാം. താഴത്തേന്റെ ഡെറിവേറ്റീവ് വന്നാലും നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് അത് രണ്ടുമല്ലാത്തപ്പോ നമ്മൾ എന്ത് ചെയ്യുവാണ്?
താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വരത്തക്ക രീതിയിൽ ന്യൂമറേറ്ററിനെ നമ്മൾ മാറ്റി എഴുതുവാണ്. അതിനു വേണ്ടിയുള്ള മാർഗമാണ് തന്നിരിക്കുന്ന ന്യൂമറേറ്റർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എ, കോൺസ്റ്റന്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. ന്യൂമറേറ്റർ ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ. അപ്പൊ താഴത്തെ ഡെറിവേറ്റീവ് മുകളിൽ വന്നു, എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ പ്ലസ് ബി എന്നാക്കി. എന്നിട്ട് എയും ബിയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ താഴത്തെ ഡെറിവേറ്റീവും കോൺസ്റ്റൻസും ഒക്കെ മുകളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ന്യൂമറേറ്ററിനെ മാറ്റി. ഇനി നമുക്ക് സാധാരണ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യാം. പറഞ്ഞ പിടി കിട്ടിയോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓക്കെ ആവും. ഞാൻ ചോദിക്കുന്നത് ഇതൊരു മെത്തേഡായിട്ട് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇങ്ങനെയെങ്കിലും എഴുതിയാൽ മതി, ഈ പ്രോബ്ലം ഒന്ന് ചെയ്താൽ മതിയോ? ഇതൊരു മെത്തേഡായിട്ട് എഴുതി വെക്കണമെന്നാ. മെത്തേഡായിട്ട് എഴുതി വെക്കുമ്പോൾ ജനറൽ ആയിട്ട് എ ബി എന്നൊക്കെ ഇട്ട് എഴുതേണ്ടി വരും കേട്ടോ. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നൊക്കെ ഇട്ട് എഴുതി വെക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ചുകൂടി കൺഫ്യൂസിങ് ആവാനാണ് സാധ്യത. അത് തൽക്കാലം പ്രോബ്ലം ചെയ്തങ്ങ് പോയാലോ? ശരി, ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോട്ടോ. സ്റ്റാർട്ട് ചെയ്തോളുക. ന്യൂമറേറ്റർ 5x - 2. ഇന്റഗ്രേഷനിലേക്ക് ഒന്നും ഇപ്പൊ പോകുന്നില്ല, അറേഞ്ച്മെന്റ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ന്യൂമറേറ്റർ 5x - 2 ഈക്വൽ ടു, എഴുതിക്കോ ബോർഡിലുണ്ട്. ന്യൂമറേറ്റർ 5x - 2 ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ പ്ലസ് ബി ആണ് കേട്ടോ. ന്യൂമറേറ്റർ 5x - 2 ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ പ്ലസ് ബി. Numerator equal to a into derivative of the denominator plus b. That is 5x - 2 equal to കേട്ടോ. 5x - 2 equal to a into 2 plus 6x plus. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തേരെ. ഇക്വേഷൻ 1. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ കിട്ടും, കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബിയും കിട്ടും. കഴിഞ്ഞുള്ളവരെ, എയും ബിയും ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. From equation 1, 5x - 2 equal to a 5/6 into 2 plus 6x. Minus 11/3. കഴിഞ്ഞോ? ഇത് ഉപയോഗിച്ചപ്പോഴാണ് ന്യൂമറേറ്റർ താഴത്തെ ഡെറിവേറ്റീവ് അല്ല ന്യൂമറേറ്റർ എങ്കിൽ കേട്ടോ. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അല്ല ന്യൂമറേറ്റർ എങ്കിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്തത്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തു വെച്ചു. ഓക്കെ, ഇപ്പൊ ന്യൂമറേറ്ററിനെ മാറ്റി എഴുതിയിട്ട് ഇനി ചെയ്യണം. ഞാൻ ചെയ്യാം കേട്ടോ, നിങ്ങൾ കണ്ടിരുന്നോളുക. കഴിഞ്ഞല്ലോ, എല്ലാവരും ഇവിടം വരെ എത്തിയല്ലോ. ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരും കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഇന്റഗ്രൽ 5x - 2 by 5x - 2 divided by 3x square plus
തിരിച്ചെഴുതിയെന്നുള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 3x square plus 2x plus 1 3x square plus 2x plus 1 dx equal to ഇന്റഗ്രൽ ന്യൂമറേറ്റർ ഈ 5x minus 2 പകരം നമ്മൾ കണ്ടുപിടിച്ച ന്യൂമറേറ്റർ കൊടുക്കും കേട്ടോ. 5x minus 2 പകരം 5/6 into 2 plus 6x minus 11/3. നമ്മൾ ആ 5x minus 2 ഒന്ന് മാറ്റി എഴുതിയായിരുന്നു. ആ 5x minus 2 പകരം നമ്മളിപ്പോ കണ്ടുപിടിച്ച പുതിയ ന്യൂമറേറ്റർ കൊടുത്തു. ഹോൾ ഡിവൈഡഡ് ബൈ 3x square plus 2x plus 1 dx. കഴിഞ്ഞിട്ട് എഴുതാം, കണ്ടിരുന്നുള്ളുക. ആ ന്യൂമറേറ്റർ നമ്മൾ മാറ്റി പുതിയ ന്യൂമറേറ്റർ കൊടുത്തു 5x minus 2 രണ്ട് ടേം ഉണ്ട് കേട്ടോ, രണ്ട് ടേം ഉണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ദിസ് ഇസ് ഈക്വൽ ടു 5/6 കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റി ഇന്റഗ്രൽ ഓഫ് ബാക്കി എന്തുണ്ട് ആദ്യത്തെ ടേമിനകത്ത് 2 plus 6x by 3x square plus 2x plus 1 dx മൈനസ് രണ്ടാമത്തെ ടേം 11/3. ഈ 11/3 കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റുന്നു. ബാക്കി ഇന്റഗ്രൽ ഓഫ് 1/3x square plus 2x plus 1 dx. ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ നോക്കി. ഇത്രയും കാര്യങ്ങള് എഴുതാൻ ധൃതി പിടിക്കണ്ട, മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു. ന്യൂമറേറ്റർ നമ്മൾ കണ്ടുപിടിച്ച പുതിയ ന്യൂമറേറ്റർ കൊടുത്തു. പുതിയ ന്യൂമറേറ്ററിൽ രണ്ട് ടേം ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ട് ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 5/6 കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് മാറ്റി ഇന്റഗ്രൽ ഓഫ് ആദ്യത്തെ ടേം 2 plus 6x by ഡിനോമിനേറ്റർ dx മൈനസ് 11/3 കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റി ഇന്റഗ്രൽ ഓഫ് 1/3x square plus 2x plus 1 dx. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 5/6 into ആദ്യത്തെ ആൻസർ എന്തൊരു ആദ്യത്തെ ആൻസർ ഐഷാഹന? log ഗുഡ്. ലോഗ് mod 2 plus 6x log 3x square plus 2x. ലോഗ് മോഡ് 3x square plus 2x plus 1 കേട്ടോ. ലോഗ് മോഡ് താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ, താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ. പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അങ്ങനെ നമ്മൾ അങ്ങ് ആക്കിയേക്കുക. താഴത്തെ ഡെറിവേറ്റീവിനെ നമ്മൾ മുകളില് വരുത്തിച്ചേക്കുവാണ്. അപ്പൊ ഒറ്റയടിക്ക് ആൻസർ എഴുതാം. ഇവിടെ റൂട്ട് ഉണ്ടെങ്കിലോ താഴെ റൂട്ടുള്ള പ്രോബ്ലം വരും കേട്ടോ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ താഴെ റൂട്ട് ഇല്ലാത്തതാണിത് അല്ലെ. ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ താഴെ റൂട്ട് ഉള്ളതും വരും. താഴെയുള്ള റൂട്ട് വരുമ്പോൾ 2 root f(x) ആയിരിക്കും ആൻസർ, വേറെ വ്യത്യാസമൊന്നുമില്ല. റൂട്ട് ഇല്ലാത്തതുകൊണ്ട് ലോഗരിതം വന്നു, റൂട്ട് വന്നാൽ 2 root f(x) വരും. അതും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൈനസ് അടുത്തതിനകത്ത് പണിയുണ്ട് കേട്ടോ. അടുത്തതിനകത്ത് ഇച്ചിരി പണിയുണ്ട്. കാരണം എന്താ, അടുത്ത നമ്മുടെ 1/x square plus a square ആണോ, 1 എന്നല്ലേ കിടക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്ററിനെ അറേഞ്ച് ചെയ്യണം. ഡിനോമിനേറ്ററിനെ x square plus a square എന്നോ x square minus a square ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. അവിടെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. ചെയ്തു വന്നേ, അത് ബാക്കി നമുക്ക് ഒപ്പം ചെയ്യാം. minus 11/3 into integral of 1/3 പുറത്തേക്ക് മാറ്റാം അല്ലെ, അല്ലെങ്കിൽ √3x എന്നാക്കണം. 3 പുറത്തേക്ക് മാറിക്കോട്ടെ, അത് ആക്ച്വലി നല്ലത്. 3 into x square plus 2/3x plus 1/3 dx. 3x square plus 2x plus 1. ആയത്തിന്റെ ഇന്റഗ്രേഷൻ കഴിഞ്ഞാട്ടോ, അതിന് വെറുതെ എഴുതി പോയാൽ മതി. ആയത്തെ 5/6 log mod 3x square plus 2x
പ്ലസ് 1 അത് വെറുതെ എഴുതിയാൽ മതി ബൈ 11/9 11/9 ഇൻറ്റു ഈ 3 പുറത്തേക്ക് മാറ്റി കേട്ടോ ഇന്റഗ്രൽ ഓഫ് 1 ബൈ അടിനോ ഒരു 3x² ആയതുകൊണ്ട് ഞാൻ 3 പുറത്തേക്ക് മാറ്റി കേട്ടോ 3x² ആയതുകൊണ്ട് കോമൺ ആയിട്ട് 3 പുറത്തേക്ക് മാറ്റി എന്ന് അറേഞ്ച് ചെയ്ത് എഴുതി ആ 3നെ പുറത്തേക്ക് മാറ്റിയപ്പോൾ 11/9 ആയി. ഇനി എന്ത് വരും ബാക്കി x² പ്ലസ് 2/3 x പ്ലസ് 1/3 ഉണ്ട് നമുക്ക് ആ സ്ക്വയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് എഴുതണം എങ്ങനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം ആദ്യത്തെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ പറഞ്ഞു തന്നാൽ മതി സാമുവലെ ഇവിടെ ബി എന്ത് വരും സാമുവലെ നീ പറഞ്ഞോ ഞാൻ ഒപ്പം ചെയ്യാം നമുക്ക് ഒപ്പം ചെയ്യാം അല്ല ബി 2/3 അല്ല ഈ രണ്ടാമത്തെ ടൈം ഏത് ടൈമാ 2ab ടൈമാ അങ്ങനെ എഴുതിക്കോ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ 2ab എന്ന് പറയും രണ്ടാമത്തെ ടൈം 2ab ടൈം ആണ് 2ab ടൈം എന്താണ് 2/3 x അല്ലേ അങ്ങനെ എഴുതി കണ്ടുപിടിച്ചോ ആ എ എന്താ എ ഇവിടെ x അല്ലേ എടാ എ x അല്ലേ ax അപ്പോൾ 2x into b equal to 2/3 x ആണ് x ഇപ്പുറം വെട്ടിപ്പൊക്കോളും അപ്പൊ b എന്ത് വരും ആ 2 ഉം വെട്ടിപ്പൊക്കോളൂല്ലോ അപ്പൊ b equal to എന്ത് വരും 1/3 b equal to 1/3 എന്ന് വരും x plus 1/3 the whole square x plus 1/3 the whole square എന്ന് വരും അപ്പോൾ ഇത് ബാലൻസ് ആവണമെങ്കിൽ എന്നാ കുറയ്ക്കണ്ടേ ആൻമേരി സാർ ആ 1/3 സ്ക്വയർ അല്ല അതൊന്നുകൂടെ ചെയ്തിട്ട് അവസാനം കുറയ്ക്കണം എക്സ്പാൻഡ് ചെയ്തിട്ട് ആ അത് തന്നെ ആ ശരി എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താ കുറയ്ക്കണ്ടേന്ന് പറഞ്ഞോ അയ്യോ x square plus 2/3x 2/3x plus b square എത്രയാ 1/3 1/3 b അല്ലേ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1/9 വരുന്നത് 1/9 ആദ്യം പറഞ്ഞായിരുന്നല്ലോ 1/9 കുറയ്ക്കണം x² plus 2/3 x ഉള്ളൂ ആ ഈ b സ്ക്വയർ കുറച്ച് കളഞ്ഞേ 1/9 അങ്ങോട്ട് കുറയ്ക്കണം പിന്നെ ഇവിടെ ഒരു പ്ലസ് 1/3 ഉണ്ട് പ്ലസ് 1/3 dx നിങ്ങൾ തന്നെ ചെയ്യണോട്ടോ പിള്ളേർ ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ചെയ്തു നോക്കണം എന്നാലേ നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ കേട്ടോ ക്ലാസ്സിൽ നിന്ന് കേൾക്കണോണ്ട് മാത്രം സാധിക്കില്ല ചെയ്യുക തന്നെ വേണം സംശയം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളൂ കേട്ടോ 5/6 log mod 3x² plus 2x plus 1 minus 11/9 integral of 1/x plus 1/3 the whole square അടുത്തൊരു minus 1/9 plus 1/3 minus 1/9 plus 3/9 എന്ന് വരും അല്ലെ 2/9 അല്ലേ 2/9 നമുക്ക് √2/3 the whole square എന്നാക്കണേന് കുഴപ്പമില്ലല്ലോ ശരിയാണോ നുസ്രനെ ശരിയാണോ നുസ്രനെ അതെ സാർ ശരി നീ എഴുതിക്കോ ഉത്തരം എഴുതിക്കോ സ്റ്റാൻഡേർഡ് ഫോർമുല അല്ലേ 1/x² plus a² ആയി താഴെ 1/x² plus a² എന്താ 1/x² plus a² ഇന്റഗ്രൽ ഓഫ് 1/x² plus a² എന്താ സ്വാലിഹ 1/a tan inverse x by a plus c
1 by a 1 by a tan inverse x by a ആണ് കേട്ടോ. 1 by a tan inverse x by a. This is equal to 5 by 6 log mod 3x square plus 2x plus 1 minus 11 by 9 into integral 1 by a. 1 by a. A എന്ന് പറഞ്ഞാൽ √2 by 3. 1 by a. √2 by 3. Tan inverse x by a. Tan inverse x എന്ന് പറഞ്ഞാൽ x plus 1 by 3 by a. A എന്ന് പറഞ്ഞാൽ √2 by 3 plus c. സിംപ്ലിഫൈ ചെയ്യണം. 5 by 6 log mod 3x square plus 2x plus 1 minus 11 by 9 into 3 by √2. 1 by എന്ന് പറയുമ്പോൾ into reciprocal വരും. Tan inverse അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ ബ്രാക്കറ്റിനകത്തുള്ളത് അഫിമോളെ? എക്സ് പ്ലസ് 1 ബൈ √2 ആണോ? അതെ അതെ. എങ്ങനെ കിട്ടും? അല്ല, അല്ലല്ലോ സാർ. എക്സ് പ്ലസ് 1 അല്ല. എക്സ് പ്ലസ് 1 അല്ലേ പറഞ്ഞത്? അതല്ല, അല്ല അല്ല തെറ്റിപ്പോയി. എക്സ് പ്ലസ് 1 അല്ല. കേട്ടപ്പോ എനിക്കും പെട്ടെന്ന് ശരിയെന്ന് തോന്നി. 3x plus 1 by √2. 3x plus 1 by whole divided by 3 ഉണ്ട്. ഡിവൈഡഡ് ബൈ √2 by 3 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 by √2 ആവും. ഇൻറ്റു 3 by √2. അപ്പൊ 3 3 അവിടെയും കട്ടായി പൊക്കോളും. ഈക്വൽ ടു 5 by 6 log mod 3x square plus 2x plus 1 minus 11 by ഒരു 3 കട്ടായി പോകും അല്ലെ. 11 by 3 √2. 11 by 3 √2 tan inverse 3x plus 1 by √2 plus c. സർ, ഇത് നമ്മള് മറ്റേ രണ്ട് ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത അവിടെ ഇല്ലേ, അതിനകത്ത് 11 by 3 ഇന്റഗ്രൽ 1 by 3x square plus 2x plus 1 dx. അവിടെ 3x square plus 2x plus 1നെ x plus 1 the whole square plus √2x the whole square എന്ന് എഴുതിക്കൂടെ? അങ്ങനെയും ചെയ്യാൻ പാടില്ലേ? x plus 1 whole square plus √2x the whole square. x plus 1 the whole square എന്ന് പറയുമ്പോൾ x square plus 2x plus 1 plus √2x. എന്നിട്ടോ അന്നേരം പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? അല്ല, അന്നേരം അത് മറ്റേ ഫോമിലായില്ലേ? x square plus a square എന്നുള്ള ഫോമിലായില്ലേ? ഇല്ല, x square plus a square എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ a അല്ലേ വരാമുള്ളൂ, x വരാൻ പാടില്ലല്ലോ. അവിടെ വീണ്ടും എക്സിന്റെ ടൈം വരുമല്ലേ? അത് വരാൻ പാടില്ല കേട്ടോ. പിന്നെ എക്സ് വരാൻ പാടില്ല. അതാണ് അവിടുത്തെ കുഴപ്പം. അതാ ഞാൻ പറഞ്ഞോ. ഞാൻ പറഞ്ഞ എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറ്റില്ലെന്ന് ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ പറ്റില്ലെന്ന് ചിന്തിച്ചിട്ട് അതിന് ഉത്തരം കിട്ടണം. ശരിയാണെങ്കിൽ ഓക്കെ, മുന്നോട്ട് പോകാവുന്നതാണെങ്കിൽ ഓക്കെ. എന്തുകൊണ്ട് പോകാൻ പറ്റൂല? എന്തുകൊണ്ട് പോകാം? എന്തുകൊണ്ട് പോകാൻ പറ്റില്ല? അങ്ങനെ കാര്യകാരണ സഹിതം പഠിച്ചാലേ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇതിനകത്ത് കുറച്ചുണ്ടായിരുന്നു, കുറച്ച് ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഇത്ര സമയം എടുക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞാൽ 18 ചെയ്തു മക്കളെ. 19 ചെയ്തോട്ടോ. 19 ഇതുപോലെ തന്നെയാണ്. താഴെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളൂ. താഴെ മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റ പോളിനോമിയൽ ആക്കണം. താഴെ റൂട്ട് കൊണ്ട് 19. ഇത് കഴിഞ്ഞൊരു 19 ചെയ്യുക കേട്ടോ.
എല്ലാരും ഇത് കഴിഞ്ഞല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 19. 6x plus 7 by root of അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണോട്ടോ പിള്ളേരെ. അപ്പോൾ എക്സ് സ്ക്വയർ -5x -4x -9x -5x -4x 9x +20 അല്ലെ? ഇങ്ങനെയായി മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഓക്കെയാലോ? ഇനി നമ്മൾ ചിന്തിക്കണമല്ലോ, താഴത്തിന്റെ ഡെറിവേറ്റീവ് ആണോ മുകളിലെന്നാട്ടോ ആദ്യം നോക്കേണ്ടത്. താഴത്തിന്റെ ഡെറിവേറ്റീവ് ആണോ മുകളിലെന്ന് നോക്കി. താഴത്തിന്റെ ഡെറിവേറ്റീവ് 2x -9 ആണോ? അല്ലല്ലോ. താഴത്തിന്റെ ഡെറിവേറ്റീവ് അല്ല മുകളിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ താഴത്തിന്റെ ഡെറിവേറ്റീവ് മുകളിൽ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യണം. ടേക്ക് 6x plus 7 numerator equal to a into derivative of the denominator plus b. അതാണ് ഫോർമുല. Numerator equal to a into derivative of the denominator plus b. ഒപ്പം ചെയ്യാം കേട്ടോ. Numerator equal to a into derivative of the denominator plus b. That is 6x plus 7 equal to a into derivative of the denominator 2x minus 9 plus b. ഇത് ശരിയാവുന്ന എയും ബിയും കണ്ടുപിടിക്കണം. ഇത് ഇക്വേഷൻ 1 കൊടുത്തേരെ. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എയും ബി ഒക്കെയും കാണണം കേട്ടോ. ഇത് ശരിയാകുന്ന എയും ബിയും കാണണം. എന്ത് ചെയ്യാം? എങ്ങനെ എയും ബിയും കണ്ടുപിടിക്കാം? എ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം മുദാസറെ? മുദാസിർ, എ കിട്ടാനുള്ള മാർഗം 6x ഈക്വൽ ടു 2x എന്ന് എഴുതണം. അതായത് 6 ഈക്വൽ ടു 2 എന്ന് എഴുതണം. അതായത് ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ്. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? ഇപ്പുറം 6 വരും. റൈറ്റ് സൈഡിൽ 2ax എന്നാട്ടോട്ടെ. 2ax 2a എന്ന് കിട്ടും. Therefore a equal to 3. a equal to 3 എന്നായി. ഇനി ബി കിട്ടാൻ വേണ്ടി ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്. എല്ലാത്തിലും ഇങ്ങനെയാ കേട്ടോ. എല്ലാത്തിലും ഇങ്ങനെയാ ഇക്വേറ്റിംഗ് കോൺസ്റ്റൻസ്. 7 ഈക്വൽ ടു റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞേ ഏതൊക്കെയും വരും? സുഫിന റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻസ് -9a plus b. -9a plus b. ഓക്കെ, എയുടെ വാല്യൂ കൊടുക്കുക. a ഈക്വൽ ടു 3 ആണ്. അപ്പോൾ 7 ഈക്വൽ ടു എക്ക് 3 എന്ന് കൊടുത്താൽ -27 പ്ലസ് b. -27 ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 34 ആവും. 34 ഈക്വൽ ടു b എന്ന് കിട്ടും. Therefore ഇക്വേഷൻ 1 ൽ കൊടുക്കുക 6x plus 7 equal to 3 into 2x minus 9. 3 into 2x minus 9 plus 34. നിങ്ങൾക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും കേട്ടോ ശരിയാണെന്ന്. 3 into 2x 6x. 3 into -9 -27. -27 plus 34 7. ശരിയല്ലേ? രണ്ടും ഓക്കെ അല്ലേ? ലെഫ്റ്റ് സൈഡ് തന്നെയാണ് കിട്ടുക. അപ്പൊ നമ്മൾ ഇനി പ്രോബ്ലത്തിലേക്ക് വരുവാണ്. പ്രോബ്ലത്തിനകത്ത് ഈ ന്യൂമറേറ്റർ, പുതിയ ന്യൂമറേറ്റർ കൊടുത്തുകൊണ്ട് പ്രോബ്ലം മുന്നോട്ട് പോകും. പുതിയ ന്യൂമറേറ്റർ കൊടുക്കുക, സ്പ്ലിറ്റ് ചെയ്യുക. പുതിയ ന്യൂമറേറ്റർ കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്യണം. സംശയമുണ്ടോ മക്കളെ? സംശയങ്ങളുണ്ടോ? ഇല്ല. ആരും ഒന്നും മിണ്ടിയില്ലെങ്കിൽ ഇല്ല എന്നാണ് കേട്ടോ എന്റെ അർത്ഥം. ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ, അറേഞ്ച് ചെയ്ത് എഴുതാം. ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് 6x plus 7. ഒരു സെക്കൻഡ് മക്കളെ. അനന്തു
Sir. Okay. ഗുഡ് മോർണിംഗ്. ഒരു സജഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തത്. വൈകിട്ടുകൾ നമുക്ക് ഒരു സെഷൻ ക്ലാസ് എടുക്കാൻ പറ്റി തരാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 to 6:30 അല്ലെങ്കിൽ 4:30 to 6 ഒരു 1.5 മണിക്കൂറിന്റെ സെഷൻസ് ഈവനിങ്ങിൽ എടുക്കാൻ പറ്റി തരാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത്. ഏതെങ്കിലും സ്കൂളുകാർക്ക് ക്ലാസ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഈവനിങ്ങില് സ്കൂളിൽ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൺലൈൻ ക്ലാസ് ഏത് സ്കൂളിലാണെന്ന് പറഞ്ഞോളൂ. സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ ക്ലാസ് ഉണ്ടാവുമോ? പെട്ടെന്ന് മറുപടി വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. സാർ ചില ദിവസം വൈകുന്നേരം ഇനി വെനസ്ഡേ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. എത്ര മണി വരെ? അത് പറഞ്ഞില്ല. സാധാരണ വൈകുന്നേരം പറഞ്ഞ 4 മണി വരെ അല്ലേ? അറിയില്ല. അതവരെയാക്കിയത്. വേറെ സ്കൂളിൽ പ്രശ്നം നിലവിൽ ക്ലാസ്സുകളുണ്ടോ? സാർ ചെറുവട്ടൂരും. എത്ര മണിക്കാണ്? 4 മണി വരെ ക്ലാസ് ഉണ്ട്. 4 മണി. 5 മണിക്ക് ക്ലാസ് വെക്കണ കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പൊ നിങ്ങൾ മെസ്സേജ് ശ്രദ്ധിച്ചോളാം. ഇന്ന് എന്തായാലും മിക്കവാറും 5 മണി മുതൽ 6:30 വരെ ക്ലാസ് ഉണ്ടാവട്ടെ വൈകിട്ട്. ഓക്കെ, ഈ ആഴ്ച അങ്ങനെ മൊത്തത്തിൽ 2 സെഷൻസ് ക്ലാസ് ഉണ്ടാവും. പോർഷൻസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ മെസ്സേജ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ സാർ, ആ സാർ ഞങ്ങൾക്ക് 6:30-ക്ക് ക്ലാസ് ഉണ്ട് സ്കൂളിൽ. 6:30 നിങ്ങൾ കയറിക്കോ. അല്ല, അങ്ങനെ പറ്റില്ല. 6:15 മതി. അത് നമുക്ക് നോക്കട്ടെ. 6:30 തുടങ്ങുമോ ക്ലാസ് സ്കൂളില്? സാലിയ, ഓക്കെ. മെസ്സേജ് വരും, നോക്കിക്കോളൂ കേട്ടോ. ശരി സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ. പിള്ളേരെ ഇതുണ്ടല്ലോ, നമുക്ക് ഇപ്പൊ പുതിയ നിങ്ങളുടെ ഫോക്കസ് ഏരിയ വന്നതനുസരിച്ചുണ്ടല്ലോ, ഇന്റഗ്രേഷനിൽ തന്നെ 3 എക്സസൈസ് കൂടുതലുണ്ട്. ഇന്റഗ്രേഷനിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എക്സസൈസ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ പഴയ ഫോക്കസ് ഏരിയ അനുസരിച്ച്. പുതിയത് വരുമ്പോൾ നമുക്ക് 3 എക്സസൈസ് പറഞ്ഞാൽ ഭയങ്കര ലെങ്തിയാണ് കേട്ടോ. അത് ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, പിന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അങ്ങനെ 3 വലിയ എക്സസൈസ് കൂടുതലായിട്ട്, 3 പൂർണ്ണമായിട്ടും, അതായത് നമുക്ക് 100% പ്രോബ്ലം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യത്തക്ക രീതിയിലാക്കണമല്ലോ. അപ്പൊ അതിന് നമുക്ക് സമയം കുറച്ചുകൂടി ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈകുന്നേരം ക്ലാസ് ചോദിച്ചത്. 2 സെഷൻ ക്ലാസ് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, പക്ഷെ നമുക്ക് വേറെ മാർഗമില്ല. നമുക്ക് സമയം കിട്ടിയാലല്ലോ എടുക്കാൻ പറ്റുള്ളൂ. സമയത്തിന്റെ ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്ക് സമയം കിട്ടിയാലേ കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ. ആ സമയം കൂടുതൽ കണ്ടെത്താനുള്ള ശ്രമമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പരമാവധി സഹകരിക്കുക. വൈകുന്നേരം ഒരു 1.5 മണിക്കൂറോടെയും കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ ഈ ആഴ്ച കൊണ്ട് തീർക്കാം. ഇന്റഗ്രേഷനും അതിന്റെ ആപ്ലിക്കേഷനും ഒക്കെ ഈ ആഴ്ച കൊണ്ട് തീർക്കാനായിട്ട് സാധിക്കും. പിന്നെയും ചാപ്റ്റേഴ്സ് കിടക്കുവാണ്. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെയാണല്ലോ ഞാൻ ഈ എക്സസൈസ് തീർക്കാൻ വേണ്ടി വന്ന മനുഷ്യനാ കേട്ടോ. ഈ 7 എക്സസൈസ് തീർക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയായിരുന്നു. എന്നിട്ട് ഇനി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിൽ 3 ക്വസ്റ്റ്യനോട് എന്റെ കയ്യിൽ കിടക്കുക. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ 3 ക്വസ്റ്റ്യൻ നിലവിൽ ഞാൻ പെൻഡിങ് ആയി. ഞാൻ ഏകദേശം ഒരു 40-45 മിനിറ്റ് പുറകോട്ടായി പോയി ഇപ്പൊ ഈ കാലത്ത് തന്നെ. പക്ഷെ നമ്മുടെ സമയം 1 മിനിറ്റ് പോലും നമ്മൾ പാഴാക്കിയിട്ടുമില്ല. അപ്പൊ ഓക്കെ, നമുക്ക് ഏതായാലും നാളെ ചെയ്യാം കേട്ടോ മക്കളെ. നാളെ ചെയ്യാം, ബാക്കി നാളെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അല്ല, നാളെ അല്ല, ഇന്ന് വൈകുന്നേരം കേട്ടോ. ഇന്ന് വൈകുന്നേരം ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ. സലാഹുദ്ദീനെ തീർന്നാർന്നൂടാ.